ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഹാബേലിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നിട്ടും അവൻ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച് ബലിയർപ്പിച്ചിട്ട് പോലും അവൻ ക്രൂരമായി കൊല്ലപ്പെട്ടു. പൂർവിക ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നിട്ടും അവൻ വീട്ടിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടു, അടിമയായി വിൽക്കപ്പെട്ടു. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ അടയ്ക്കപ്പെട്ട് ഏറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. ഇയ്യോബ് തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തിയോടെ ജീവിച്ച് നിഷ്കളങ്കനും നീതിമാനും ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനുമായിരുന്നിട്ടും ഇയ്യോബിന് നിരവധി ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. സക്രിയ എലിശുബ ദമ്പതികൾ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പന പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിട്ടും എലിസബത്തിന് വന്ധ്യതയുടെ നാണക്കേട് സഹിക്കേണ്ടി വന്നു. യേശു ലാസറിൻ്റെ കുടുംബ സുഹൃത്തായിരുന്നിട്ട് പോലും ലാസർ രോഗബാധിതനായി മരിക്കേണ്ടി വന്നു. പലരും സ്വയം ചോദിക്കുന്നു, യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും വേദനകൾ? ഞാൻ ഇത്രത്തോളം നന്മ ചെയ്തിട്ടും നിഷ്കളങ്കമായി ജീവിച്ചിട്ടും എന്തുകൊണ്ട് ദുരിതങ്ങൾ? ദൈവത്തോടടുക്കും തോറും എന്തേ ഇത്ര സഹനങ്ങൾ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതൊരു ദൈവിക രഹസ്യമാണ്. സഹനങ്ങളിൽ 5 കാര്യങ്ങൾ ഓർക്കുക. കർത്താവ് സ്നേഹിക്കുന്നവർക്കാണ് ശിക്ഷണം നൽകുന്നത്. കർത്താവ് തൻ്റെ മക്കളായി സ്വീകരിക്കുന്നവരെയാണ് പ്രഹരിക്കുന്നത്. 30 മേനി ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തെ വെട്ടുന്നത് 60 മേനിയോ 100 മേനിയോ ഫലം നൽകാനാണ്. കർത്താവ് പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും കർത്താവിൻ്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റാനുമാണ്. യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ വേദനയിൽ പങ്കുചേരാനുള്ള അവസരമാണ്. ഗർഭിണിക്ക് പ്രസവവേദന ഒഴിവാക്കാനാകുമോ? ശിഷ്യന് പരിശീലനത്തിൻ്റെ വേദന ഒഴിവാക്കാൻ കഴിയുമോ? ശില്പത്തിന് മുറിപ്പെടുന്നതിൻ്റെ വേദന ഒഴിവാക്കാനാകുമോ? വിത്തിന് മുറിയപ്പെടാതെ മരമാകുവാൻ കഴിയുമോ? ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ നന്മയ്ക്കാണ്. റോമർ 8:18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.